ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈവ് ആസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ ലോകം 2025 വരവേൽക്കുവാനായിട്ട് പോവുകയാണ്. വരവേൽക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ആ ഒരു സമയത്ത് അത്ര ശുഭകരമായ വാർത്തകളല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയാവുന്നത്. അത്ര ശുഭകരമായ വാർത്തകളല്ല. കാരണം ഈ വർഷം നമ്മൾ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടതാണ്. ഉക്രൈനും റഷ്യയും ആയിക്കോട്ടെ, അതോടൊപ്പം ഇസ്രയേലും പാലസ്തീനും, ഇസ്രയേലും ലെബനനും, ഇസ്രയേലും യമനും, അതായത് ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഇതിലേക്ക് പുതിയ 2 രാജ്യങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. അതായത് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അതാണ് ഇപ്പോൾ ഒടുവിൽ പശ്ചിമേഷ്യയിൽ നിന്നും ഒടുവിൽ ഏഷ്യയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകളെന്ന് പറയുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല. കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടിയിരിക്കുന്നു. ആദ്യം കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി. ആ വ്യോമാക്രമണത്തിൽ ഏകദേശം 50 പേരോളം കൊല്ലപ്പെട്ടു. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുന്നു. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഡിസംബർ 27-ാം തീയതി അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ തിരിച്ചടിച്ച് 19 സൈനികരോളം മരിച്ചു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിക്കുന്നു. അപ്പോൾ 13 അഫ്ഗാൻ സൈനികർ മരിക്കുന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2024 മാർച്ചിൽ ഒരു ചെറിയ അറ്റംപ്റ്റ് നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഡിസംബറിലാണ് വീണ്ടും പാകിസ്ഥാനാണ് അത് അങ്ങോട്ടേക്ക് ചെന്നതും വീണ്ടും അവർ തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നതെന്ന് പറയാം. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി 2025 എങ്ങനെ പോകുമെന്ന് അറിയില്ല. താലിബാനും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാനാണ്. മറ്റൊരു ശ്രദ്ധേയ കാര്യം, ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നതാണ്. കാരണം താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചപ്പോഴും പാകിസ്ഥാൻ വലിയ സപ്പോർട്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ഇമ്രാൻഖാനൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. താലിബാന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. മറ്റ് രാജ്യങ്ങൾ എതിർത്തപ്പോഴും താലിബാനെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതോടൊപ്പം താലിബാൻ നേതാക്കൾ പലരും പാകിസ്ഥാനിൽ പഠിച്ചവരാണ്. താലിബാൻ നേതാക്കൾ പലരും അമേരിക്കയൊക്കെ താലിബാനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ പാകിസ്ഥാനിലായിരുന്നു നമ്മൾ പൊളിച്ചത്. അവരുടെ ഒളിത്താവളം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയും പെഷവാറും ഒക്കെയായിരുന്നു അവരുടെ നഗരങ്ങളൊക്കെ. കറാച്ചി, പെഷവാർ തുടങ്ങിയ നഗരങ്ങളൊക്കെയായിരുന്നു അവരുടെ ഒളിത്താവളങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ വളരെ മിത്രമായിരുന്നവരാണ് വീണ്ടും ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഡൂറൻഡ് ലൈൻ എന്നൊരു അതിർത്തിയാണ്. അതായത് 1947 ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷുകാരെന്നൊരു ഡൂറൻഡ് ലൈന് അതിർത്തി സ്ഥാപിച്ചു. അതായത് ആ ഒരു അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ്റെയാണെന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നു, പാകിസ്ഥാൻ്റെയാണെന്ന് പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ പാകിസ്ഥാൻ അവിടെ കടന്നു കയറുകയും വേലി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. ആ അതിർത്തിയുടെ പേരിൽ ഇപ്പോഴും തർക്കം നടക്കുകയാണ്. അതും മറ്റൊരു കാരണമാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും താലിബാൻ പാകിസ്ഥാൻ പിടിച്ചടക്കാനായിട്ട് അവർക്കൊരു താല്പര്യമുണ്ടെന്നും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാനെ ഭരണം പിടിച്ച പോലെ തന്നെ പാകിസ്ഥാനെയും ഭരണം പിടിക്കുവാനായിട്ട്, പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കുവാനായിട്ടൊരു താല്പര്യമുണ്ടെന്നും ഇങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും 2024 അവസാനിക്കുമ്പോൾ അത്ര ശുഭകരമായ വാർത്തകളല്ല നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നത്. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. 2025 ഒരുപക്ഷെ റഷ്യ ഉക്രൈനൊക്കെ പോലെ ഇതും വലിയ യുദ്ധത്തിലേക്ക് പോയേക്കാം. അതും 2025 നമുക്ക് കാണേണ്ടി വരുമെന്ന് തോന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.